അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നോയമ്പിൻ്റെ 4-ാം ദിനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 3 നോയമ്പുകൾ നമുക്ക് നല്ല നിലയിൽ പിടിച്ച് അള്ളാഹുവിനുള്ള കടമ പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഓരോ ദിവസങ്ങളും അത് ശീഘ്രം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. റമദാൻ വന്നു പോകുന്നത് അറിയില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്, ഈ മാസത്തെ പരമാവധി നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുവാനും അമലുകൾ കൊണ്ട് അലങ്കരിക്കുവാനും പള്ളികളിലായാലും വീടുകളിലായാലും നോയമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ദുനിയാവിലേക്ക് അയച്ചത് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിനുള്ള മറുപടി നൽകുകയാണ്. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹുവിന് ആരാധന നടത്തുവാനല്ലാതെ ഈ ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു. അപ്പോൾ അള്ളാഹു നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നൽകി അള്ളാഹുവിനോട് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിച്ച് സൃഷ്ടികളെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന മഹത്തായ ഒരു ആദർശമാണ് ദീനുൽ ഇസ്ലാം നമുക്ക് പകർന്നു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുപ്രധാനമായും ജോലിയാക്കി തന്നത് ദീനിൻ്റെ ദഅവത്താണ്. ദീനിൻ്റെ ദഅവത്ത് എന്ന് പറയുമ്പോൾ മതപരിവർത്തനം ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല. അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വളർമ്മ പെരുമകളെക്കുറിച്ച് അറിയിക്കുക, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഈ ദുനിയാവിൽ നമ്മൾ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ മാതൃക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹിനെയും ആരാധിക്കാൻ പാടില്ല. ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ്. സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവായ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്കർഹൻ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആരാധനയ്ക്കർഹൻ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണ്, അവസാനമായി അള്ളാഹു ജനങ്ങളിലേക്ക് അയച്ച പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദീനനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾക്ക് സുപ്രധാനമായ റംസാൻ മാസത്തിൽ പരമാവധി അധികരിച്ച നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈ റംസാൻ മാസത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആരാധനകൾ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരുടെയും ജോലി അള്ളാഹു നമുക്ക് ജോലിയാക്കി തന്നത് ജീവൻ്റെ ദൗബത്താണ്. അതിൻ്റെ കൂലി എന്ന് പറയുന്നത് ജന്നത്തുൽ ഫിർദൗസാണ്. ദാബത്താണ് നമ്മുടെ ജോലി, അതിൻ്റെ കൂലി ജന്നത്താണ്. പ്രിയമുള്ളവരെ, അത് മനസ്സിലാക്കി അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹിൻ്റെ ദീനിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് അറിയിച്ചു കൊടുക്കുക. തബ്ലീഗ് ജമാഅത്തുകാരോട് ഞാൻ പറയാറുണ്ട് പലപ്പോഴും, നിങ്ങൾ ദീൻ്റെ ദാബത്തിൽ